ഹലോ, അസ്സലാമലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കണതാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതായത് ആ ബ്രേസ്ലെറ്റ് നമ്മൾ 3 ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഈ 3 ബ്രേസ്ലെറ്റിന് നമുക്ക് 3 ലോക്കറ്റ് വേണം, അതുപോലെ തന്നെ 3 കണ്ണി വേണം, അതുപോലെ തന്നെ ഒരു ഇലാസ്റ്റിക്, അതുപോലെ ബീഡ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വേണം. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 3 തരം ബീഡ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു 3 തരം ബീഡ്സ് ഇട്ട അന്ന് മുതൽ അതിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി കാണിച്ചു തരുമോ, അതുപോലെ തന്നെ അതിൻ്റെ ഹെയർ ബാൻഡ് ഉണ്ടാക്കി കാണിച്ചു തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര്, പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു കിറ്റ് റെഡിയാക്കി തരുമോ, ഇതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളായിട്ട് മെസ്സേജ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ കാണിക്കുന്നത് 3 ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. ഇനി നമ്മൾ അടുത്തത് ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നത് നമ്മളൊരു വീഡിയോ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അത് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാണിക്കുന്നത് ബ്രേസ്ലെറ്റ് ആണ്. അതായത് ഈ ലോക്കറ്റൊക്കെ വെച്ചിട്ട് ആ ഒരു ഗ്ലേസിംഗ് ഉള്ള ക്രിസ്റ്റൽ ബീഡ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഞാൻ വീണ്ടും വീണ്ടും പറയാം, അറിയാത്തവർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മളിത് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അറിയുന്നതല്ലേ എന്നൊന്നും പറയണ്ട. ഏതൊക്കെ മോഡലിൽ എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് ഒരു ഐഡിയ ആയിട്ട് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൂ ബീഡ്, ക്രിസ്റ്റലിൻ്റെ ബീഡ് നമ്മൾ അലാസ്റ്റിക് നമുക്ക് അത്യാവശ്യത്തിനുള്ളത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബീഡ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഗോൾഡാ അതോ വൈറ്റാ, അത് എങ്ങനെയാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ ഇത് ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ വിചാരിച്ചൊരു ഗോൾഡൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കെന്തോ വേണ്ട, ഞാനിങ്ങനെ ഒക്കെ ഇതേ ഒരു കളറിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കൊരു ഭംഗി തോന്നിയതും അല്ലാതെ ഒരേ കളർ കൊടുത്തപ്പോഴാണ് എനിക്കൊരു ഭംഗി തോന്നിയത്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെ ചെയ്തെടുത്ത്. ഇപ്പോൾ വളരെ സിമ്പിളാണ്. പിന്നെ ഒന്നും അറിയാത്തവർക്കും ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തവർക്കൊക്കെയാണ് നമ്മളിത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മുടെ കയ്യുമ്മക്ക് ആയിന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് അവിടെ വെച്ചിട്ട് നിർത്തുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആയിട്ടില്ല. അപ്പോൾ വീണ്ടും ഞാൻ ഒരു 4-5 ബീഡ്സും കൂടെ അതിൽ കൂടെ തന്നെ ഇട്ട് കൊടുത്ത്. രണ്ട് 4-5 കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നോക്കുക. നമ്മുടെ കയ്യുമ്മക്ക് ഏകദേശം, പിന്നെ അലാസ്റ്റിക് ആണല്ലോ, അപ്പോൾ വലിയൊരു സൈസും ആണല്ലോ, അപ്പോൾ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യുക, നന്നായിട്ട് കെട്ടിക്കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെ കെട്ടിക്കൊടുക്കുക, നന്നായിട്ട് മുറുക്കുക. പിന്നെ എത്ര വലിച്ചാലും അത് പോയില്ല. ഞാൻ ഇവിടെയൊക്കെ സെയിൽ ചെയ്യണത് ഇങ്ങനെ എലാസ്റ്റിക് കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് തന്നെയാണ്. പല വീഡിയോയിലും പലരും പറയുന്നത്, പക്ഷെ അതവർ മുറുക്കി കെട്ടാത്തൊരു കുഴപ്പം കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിതുവരെ അങ്ങനെ യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് പറയണത്. നന്നായി മുറുക്കി കെട്ടിയതിന് ശേഷം ബാക്കി വരുന്ന ഇലാസ്റ്റിക് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മൾ ലൈറ്റർ വെച്ചിട്ട് അവിടെ ഒന്ന് ഉരുക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ തുമ്പ് ഇങ്ങനെ നീണ്ടു നിൽക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് ഒരു കണ്ണി എടുത്തിട്ട് അതിൻ്റെ കണ്ണിങ്ങനെ അകത്തിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഇലാസ്റ്റിക്കിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ ചെയ്താൽ മതി. എല്ലാവർക്കും അറിയുന്നതാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അത് പ്രത്യേകം ഞാൻ പറയുകയാണ്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനത് അറിയാണ്ടത് പൂട്ടിനേക്കാൾ മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ലോക്കറ്റ് ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അബദ്ധം പറ്റിയെന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാനത് വീണ്ടും ഒന്നിങ്ങനെ അകത്തിയതിന് ശേഷം ലോക്കറ്റ് ഇട്ട് കൊടുത്ത്, നമ്മൾ ലോക്കറ്റ് ഇട്ടതിന് ശേഷമാണ് ശരിക്കും നമ്മൾ അത് പൂട്ടി കൊടുക്കേണ്ടത്. അപ്പം എനിക്കത് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആദ്യം തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം പൂട്ടി കൊടുത്ത്. അപ്പോൾ പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് ലോക്കറ്റ് ഇടണ്ടേ എന്നുള്ളത്. അപ്പോൾ ലോക്കറ്റ് ഇട്ടതിന് ശേഷം നമ്മളത് എന്ത് ചെയ്യുക, വീണ്ടും അത് പൂട്ടി കൊടുത്താലാണ് ലോക്കറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാതിരിക്കുള്ളൂ. അപ്പോൾ നമ്മളത് ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വല്ല ഗോൾഡാ വൈറ്റാ എന്ത് ബീഡ്സ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല, വെറും ബീഡ്സ് മാത്രമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഞാൻ 3 ചെയ്തെടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. 3 ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്.
കാരണം അതിൽ മൂന്നാമത്തെ ഒരു ബീഡ്സിൽ നമ്മൾ ആ ഹാർട്ട് ഷേപ്പിൻ്റെ ബീഡ്സ് ഞാൻ ഇടയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ ഡിസൈനാണ് ഉള്ളിലൊക്കെ കൊടുക്കേണ്ടത് വെച്ചെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കിറ്റാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ കിറ്റ് വളരെ ചെറിയ റേറ്റിനും വളരെ ക്വാണ്ടിറ്റി കുറവിലും നമ്മൾ ഒരു കിറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കിറ്റ് വേണമെന്നുള്ളവർ അടുത്ത വീഡിയോ കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇതിൻ്റെ തന്നെ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും നമ്മൾ അധികം വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കിറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതാരും കാണാൻ മറക്കരുത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കിറ്റിൻ്റെ വീഡിയോസും. അത് വേണ്ടവർ ആദ്യം വരുന്ന 5 പേർക്കായിരിക്കും നമുക്ക് ആ കിറ്റ് കൊടുക്കാൻ പറ്റുക. കാരണം 5 പേർക്കായിരിക്കും ആ കളേഴ്സിൽ കിട്ടുക.